മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസി സതീശൻ മുണ്ടത്തിക്കോട് മരിച്ചു. അപകടം നടന്ന ദിവസം മുതൽ സതീശൻ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ബേൺസ് ICUവിൽ ചികിത്സയിലായിരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 15ആയി. അതിനിടെ ദുരന്തം നടന്ന സ്ഥലത്ത് ഇന്നു നടന്ന പരിശോധനയിലും ചില ശരീരഭാഗങ്ങൾ ലഭിച്ചു. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, തുടക്കത്തിൽ തന്നെ ഈ സതീശന്റെ നില ഗുരുതരമായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ആകെ മരണസംഖ്യ 15ലേക്ക് ഉയരുകയും ചെയ്യുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ ലൈസൻസി കൂടിയായ സതീശൻ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് ഈ വലിയ രീതിയിൽ 90% മുകളിൽ പൊള്ളലേറ്റ് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഏറ്റവും ഇതിന്റെ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ്. ഈ ഒരു പടക്ക നിർമ്മാണത്തിന്റെയും വെടിക്കെട്ടിന്റെയും ഒക്കെ പ്രധാന ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ് ഈ മുണ്ടത്തിക്കോട് സതീശൻ എന്ന വ്യക്തി. വർഷങ്ങളായി തൃശൂർ പൂരത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് വെടിക്കെട്ടിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം മുൻനിർത്തിയാണ് എല്ലാ വർഷവും സാധാരണ ഈ വെടിക്കെട്ടുകൾ ഉണ്ടാവാറ്. അത് സാമ്പിൾ വെടിക്കെട്ടാവട്ടെ, പ്രധാന വെടിക്കെട്ടാവട്ടെ, അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് ഓരോ വെടിക്കെട്ടും ഉണ്ടാവാറുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വെടിമരുന്നുകളുടെ നിർമ്മാണം, വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള ഈ ഒരു വെടിക്കോപ്പുകളുടെ നിർമ്മാണം, അതിലൊക്കെ വളരെയധികം പ്രാവീണ്യമുള്ള ആളായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ്. ലൈസൻസി കൂടിയായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഈ തൃശ്ശൂരിലെ എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ചും പൂരത്തിന്റെ സമയത്തെല്ലാം വലിയ ആവേശത്തോടുകൂടി ഈ ഒരു വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചുമതലകളും വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു വ്യക്തിയാണ് ഇന്ന് മരണപ്പെട്ടത്. ഈ അപകടം നടന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു. 90% മുകളിൽ പൊള്ളലേറ്റ ഇത്രയും ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർമാർ ആദ്യമേ പറഞ്ഞിരുന്നു ഇത്രയും വലിയ രീതിയിൽ പരിക്കേറ്റത് കൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് അപ്പോഴേ പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇരു ദേവസ്വങ്ങളും ഈ കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ വലിയ രീതിയിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയുടെ ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ അദ്ദേഹത്തെ അവസാനമായി അവിടെ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് ഒരു ചരിത്രമാണ് ഇല്ലാതായത്. ഈ ഒരു വെടിക്കെട്ട് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ചുമതല പങ്കുവഹിച്ച വ്യക്തിയാണ് ഇന്ന് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ദുഃഖം അത് ഈ ഇരു ദേവസ്വങ്ങളും രേഖപ്പെടുത്തുന്നു. മാത്രമല്ല പൂരത്തിൽ എല്ലാവരും, പൂരവുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ നടുക്കത്തോടെ തന്നെയാണ് ഈ ഒരു അപകടത്തെ നോക്കിക്കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടി നഷ്ടമായതിന്റെ ഒരു ദുഃഖം അത് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പ്രധാനമായും പറയാനുള്ളത്. ലിജി, തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിന്റെ ആഘോഷപൂരത്തിന് വർണ്ണവിസ്മയം തീർക്കുന്ന ഏകദേശം 13 വർഷത്തിലേറെ പരിചയസമ്പന്നനായ വ്യക്തി കൂടിയാണ് സതീശൻ. അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആകെ 15ആയി ഉയരുകയും ചെയ്തു. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.